ചേട്ടാ, ഇസ്ലാമോഫോബിയ ലോകത്ത് മുഴുവൻ കൊടികുത്തി വാഴുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ ഇതിന് പ്രധാന കാരണം, ഇസ്ലാമോഫോബിയ വളരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇസ്ലാം തന്നെയാണെന്ന് ചിലപ്പം നമുക്ക് പറയേണ്ടി വരും. അതെ. ഇറാനിൽ നിന്ന് വരുന്ന വാർത്തയും അത്തരത്തിലുള്ള വളരെ കാടത്തം നിറഞ്ഞൊരു ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ആർട്ടിക്കിൾ 60 പരിഷ്കരിച്ചിരിക്കുകയാണ്. ഈ പരിഷ്കാരം പ്രകാരം പറയുന്നത്, ഹിജാബ് ധരിച്ചില്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള നിയമ നടപടികൾ, വധശിക്ഷ വരെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ചും സ്ത്രീകൾ. അതായത് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം, നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ വളരെ സ്ത്രീകളെ അത്രമാത്രം അടിച്ചമർത്തുന്ന രീതിയിലുള്ളൊരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇറാനിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ആധുനികതയുടെ മുമ്പിൽ വലിയ വികാസങ്ങൾ പ്രാപിപ്പിക്കുമ്പോൾ ഇറാനിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നു എന്ന് പറയുന്നത് വളരെ മോശകരമാണ്. ഇത് ഇസ്ലാമോഫോബിയ വളരാൻ വേണ്ടി മാത്രമേ സഹായകരമാവുകയുള്ളൂ. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇത് സ്ത്രീകൾ പൊതുസ്ഥലത്ത് ശിരോവസ്ത്രം ധരിക്കാതെ വരരുത്, പ്രത്യക്ഷപ്പെടരുത് എന്ന നിയമം ഇറാനിൽ നേരത്തെ തന്നെ ഉണ്ട്. വളരെ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കില്ല എന്നാണ് ഉത്തരം പറയാനുള്ളത്. പക്ഷേ ഈ ലോകം മുന്നോട്ട് പോയ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ, അത് ഇറാനിൽ വളരെ ശക്തമായിട്ടൊരു നിയമമായിട്ട് അങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് വന്നാൽ സ്ത്രീകൾ ശിരോവസ്ത്രം അഥവാ ഹിജാബ് ധരിക്കണം. ഇത് ധരിക്കാതെ പൊതുസ്ഥലത്ത് വരരുത്. ഇത് ധരിക്കാതെ പൊതുസ്ഥലത്ത് വന്നാൽ അവർക്ക് ശിക്ഷയുണ്ടായിരുന്നു, ഫൈൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. ഇപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് കയറി വധശിക്ഷ വരെ എത്തി നിൽക്കുകയാണ്. 15 വർഷം തടവ് തുടങ്ങി വധശിക്ഷ വരെ കിട്ടാവുന്നൊരു കുറ്റമായിട്ട് അത് ഇപ്പോൾ ഇറാൻ നിയമം നിർമ്മിച്ചിരിക്കുകയാണ്. ആ നിയമത്തിന് ഇറാൻ സർക്കാർ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അതായത് ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് വ്യക്തമാണ്, ആ നിയമം ഇങ്ങനെയാണ് പറയുന്നത്: 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കും. മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർക്കും നഗ്നത പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഹിജാബ് വിരോധികൾക്കും കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തും. അതിനാണ് ഈ നിയമനിർമ്മാണം. ഇത് ഇറാൻ ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. അത് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ പരിഷ്കരിച്ച ഈ നിയമത്തിലെ ആർട്ടിക്കിൾ 60 പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും. അത് തുടക്കത്തിലാണ് കേട്ടോ. പിന്നെ ഇത് നിരന്തരം ലംഘിക്കുകയാണെങ്കിൽ, കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 15 വർഷം വരെ തടവ്, പിന്നെ വധശിക്ഷ. ഇങ്ങനെയാണ് ആ നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വിദേശ മാധ്യമങ്ങളിലും സംഘടനകളിലും ഒക്കെ ഇതിനെതിരെ പ്രചാരണം നടത്തുന്നവർക്ക് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. അതായത് ഹിജാബ് ധരിച്ചില്ലെങ്കിൽ വധശിക്ഷ നൽകും എന്ന് പറയുന്ന നിയമത്തിനെതിരെ എഴുതുക, പ്രസംഗിക്കുക, പ്രചാരണം നടത്തുക, അങ്ങനെയുള്ളവർക്ക് 10 വർഷത്തെ, ഇറാൻ പൗരന്മാർക്ക് 10 വർഷത്തെ തടവും പിഴയും ലഭിക്കും. നിയമം ലംഘിക്കുന്ന സ്ത്രീകളുടെ അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നവർക്കും തടവും പിഴയും ഉണ്ടാകും. ഇതാണ് ആ നിയമത്തിൽ പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇറാൻ. അതുപോലെ തന്നെ സൗദി. ഇവിടെയൊക്കെ ഇസ്ലാമിക നിയമങ്ങളാണ് നടക്കുന്നത്, അല്ലേ? സൗദി എന്തുമാത്രം മാറി. പണ്ടും സൗദി ഈ ശിരോവസ്ത്രം ധരിക്കാതെ ആരെങ്കിലും വന്നാൽ അവർക്ക് പിഴയൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെ തലവെട്ടി കൊല്ലുക, അങ്ങനെയുള്ള ഒരു കാടൻ നിയമം ലോകത്ത് ആരെങ്കിലും ഏർപ്പെടുത്തും? അതായത് ആധുനിക ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിക്കാത്തൊരു നിയമം. അതിന്റെ ഭാഗമായിട്ട് പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ യാഥാസ്ഥിതിക മതസ്വഭാവം പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രമാണ് സൗദി. അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ലായിരുന്നു. ഇപ്പം എന്തൊരു മാറ്റമാണ് വരുന്നത്, അല്ലേ? സൗദി വലിയ രീതിയിൽ മാറി. സൗദിയാണല്ലോ ഇസ്ലാമിൻ്റെ ഈറ്റില്ലം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൗദി അറേബ്യ. ആ സൗദി രാജാവ് ഇപ്പം നമ്മുടെ സൗദി ഭരണകൂടം ഒക്കെ ഇതിലെല്ലാം വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അവർ ആധുനിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സ്ത്രീകളെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഇപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം.
എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് സൗദി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇറാൻ വേറൊരു ഇതിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, പഴയ യുഗത്തിലേക്ക്. നമ്മൾ തന്നെ ഒരു ചർച്ചയിൽ ഇറാനിലെ ഒരു പെൺകുട്ടി അതെ അതെ വസ്ത്രം ധരിക്കാൻ നിർബന്ധിച്ചതിന്റെ പേരിൽ ബിക്കിനി അല്ല, ഈ അണിഞ്ഞുകൊണ്ട് പർദ്ദ ഇടാൻ നിർബന്ധിച്ചതിന്റെ പേരിൽ അർദ്ധനഗ്നയായി അതെ അതെ ഹിജാബ് ധരിക്കാൻ നിർബന്ധിപ്പിച്ചുകൊണ്ട് അർദ്ധനഗ്നയായി പ്രതിഷേധം ലോകം മുഴുവനും ആ വീഡിയോ വൈറലായതാണ്. അത് നമ്മൾ ചെയ്ത വാർത്തയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെയുള്ള ചില പ്രതിഷേധങ്ങളും ഇറാന്റെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പല സ്ത്രീകളും മനസ്സുകൊണ്ട് ഈ നിയമത്തെ എതിർക്കുന്നു, ഇതനുസരിക്കാൻ തയ്യാറല്ല എന്നാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് ഇറാനിന് നേരെ വലിയ തോതിൽ ആക്രമണമൊക്കെ നടന്ന് അവിടെ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമൊക്കെ നേരെ വലിയ ആക്രമണമൊക്കെ നടന്ന് ചില തീവ്രവാദ ഭീകര സംഘടനകളുടെ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടു അല്ലേ? ഏറ്റവും കൂടുതൽ ആഹ്ലാദ നൃത്തം ചവിട്ടിയതാരാ? ഇറാനികളാണ്. ഇറാനിന് പുറത്ത് താമസിക്കുന്ന ഇറാനികൾ സന്തോഷം കൊണ്ടങ്ങ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവർ തെരുവിലിറങ്ങി നൃത്തം വയ്ക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഈ ഭരണകൂടം എന്നാണ് തിരിച്ചറിയുന്നത്? ഇറാനിലെ ഈ മതഭരണകൂടമാണ്. അത് പണ്ട് നേരത്തെ ഇസ്രയേൽ പറഞ്ഞതാണ്, ഞങ്ങൾ ഇറാൻ പൗരന്മാർക്കെതിരല്ല. പക്ഷേ ഇറാനിലെ ഈ മതഭരണകൂടം ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരാണ് ഞങ്ങൾ. ഇവരെ ഞങ്ങൾ ഇല്ലാതാക്കും. ഈ മതഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് ഇറാനിൽ ജനാധിപത്യം കൊണ്ടുവരുമെന്നും പണ്ട് ഇസ്രയേൽ പറഞ്ഞതാണ്. ഏതാണ്ട് 2 മാസമേ ആയിട്ടുള്ളൂ ഇതൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്ലാമോഫോബിയ ഗൗതം പറഞ്ഞതുപോലെ ലോകത്ത് വളർത്തുന്നത് മറ്റാരുമല്ല ഇത്തരം ഭരണകൂടങ്ങളുടെ നടപടികൾ മറ്റ് ലോകരാജ്യങ്ങൾ. ഇപ്പം നമ്മൾ ഇന്ത്യയിലിരുന്ന് ഇറാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവരെ കുറിച്ച് തോന്നുക അയ്യോ എന്തൊരു വൃത്തികേടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതെ, ഇത് പല ആളുകൾക്കും തോന്നുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതായത് വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില മനുഷ്യനെ ഇങ്ങനെ അടിച്ചമർത്തുന്ന ഒരു വസ്ത്ര സ്വാതന്ത്ര്യം. മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, പൊതുരംഗത്ത് വരുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ലോകത്ത് ആരും തുണി അഴിച്ചിട്ടേച്ച് നഗ്നരായിട്ട് പൊതുസ്ഥലത്തേക്ക് വരാറില്ല. ഇത് ഏത് മനുഷ്യനും ഒരു സ്വാഭാവികമായ ബോധമുണ്ട്. അവർ അത്യാവശ്യം നാണം മറച്ച് ശരീരത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ടേ എല്ലാവരും പൊതുരംഗത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഭ്രാന്തിയോ ആയിരിക്കും. ഭ്രാന്തിയോ ഒക്കെ പൊതുരംഗത്ത് റോഡിലൂടെയൊക്കെ വസ്ത്രമില്ലാതെ നടക്കുന്നത് നമ്മൾ പലപ്പോഴും വളരെ അപൂർവമായിട്ടെങ്കിലും കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളെ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? സ്ത്രീകളെ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. സ്ത്രീകളെ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുതെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ഇത്തരത്തിൽ ഡിവിഷൻ ബെഞ്ചാണ്. സ്ത്രീകളെ ഇത്തരത്തിൽ വിലയിരുത്തുന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവില്ലെന്നും പുരുഷ നിയന്ത്രിതമായ സാമൂഹിക വീക്ഷണത്തിന്റെ കാഴ്ചപ്പാടാണിതെന്നും കോടതി വ്യക്തമാക്കി. വളരെ നന്നായി. ഇതിനകത്ത് സ്ത്രീക്ക് സ്ത്രീയുടെ സ്വാതന്ത്ര്യം, പുരുഷന് പുരുഷൻ്റെ സ്വാതന്ത്ര്യം, ഇത് തമ്മിൽ എന്തിനാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്? സ്ത്രീകളും പുരുഷന്മാരും മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പൊതുസ്ഥലത്ത് വരണം. ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലോകത്ത് ഏത് മനുഷ്യനും മനസ്സിലാവും. ഇതിനെ എന്തിനാണ് സ്ത്രീയുടെ നഗ്നത, സ്ത്രീ അടച്ചു മൂടാം, സ്ത്രീ ഹിജാബ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ്? ഇതൊക്കെ മതപരമായ വിശ്വാസങ്ങളായിക്കൊള്ളൂ. നിങ്ങളിപ്പോൾ മതപരമായ ഒരു അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് മതപരമായ വസ്ത്രം ധരിക്കാം അല്ലേ? അതിലാരും തെറ്റു പറയുന്നില്ല. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരാളുടെ അടുത്ത് പറയണം, അതല്ല ഇവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് ഇവിടെ കയറാൻ പാടില്ല, ഷർട്ട് ഊരണം, അത് ഇവിടുത്തെ ആചാരമാണ്. നിങ്ങൾക്ക് അകത്ത് കയറി തൊഴണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആ ആചാരം അനുസരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് നോക്കിക്കേ, ഒരു മുഖം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. അതെ, തീർച്ചയായും. ആ ഐഡന്റിറ്റിയെ പോലും മറച്ചു വെക്കണം എന്ന് പറയുന്നത് എന്തൊരു മോശം എന്നല്ല, എന്തൊരു തലതിരിഞ്ഞ സിദ്ധാന്തമാണ്. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായം കേട്ടോ, ഈ മുഖം മുഴുവൻ മറച്ചിട്ടുള്ള വസ്ത്രങ്ങളില്ലേ, അത് ശരിക്കും ബാൻ ചെയ്യേണ്ടത് തന്നെ. അത് തീർച്ചയായിട്ടും. അത് ലോകത്ത് എന്താ പറയുന്നത്, യൂറോപ്പിലെ അതെ, ഞാനതാണ് ഇപ്പോൾ പറയാൻ വന്ന, ഫ്രാൻസിലൊക്കെ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ എത്ര വലിയ വിരുദ്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ഇത് പരിഷ്കൃത സമൂഹത്തിൽ ബോധമുള്ള ആർക്കും ഇതിനെയൊന്നും ആ രീതിയിൽ എന്താ പറയണ്ടേ,
പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. ഇതിന്റെ സങ്കടം എന്താണെന്ന് അറിയോ? ഇത് പറഞ്ഞാൽ ഉടനെ നമ്മളെ മുസ്ലിം വിരുദ്ധനും സംഘിയും ഒക്കെ ആക്കി എന്നുള്ളതാണ്. അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഇത് എല്ലാവരുടെയും ഉള്ളിൽ ഇത് ഈ ഇതൊക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും പലരും ചില ചാപ്പകുത്തലുകൾ ഭയന്നുകൊണ്ട് നമുക്കറിയാലോ, മുത്തലാഖ് നിരോധിച്ചപ്പോൾ UP-യിലെ മുസ്ലിം സ്ത്രീകൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാണ് അതിനെ സ്വാഗതം ചെയ്തത്. നരേന്ദ്രമോദിയുടെ ആ വിധി, ആ നീക്കത്തെ, ആ നിയമനിർമ്മാണത്തെ അവർ വലിയ തോതിൽ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഇറാന്റെ ഈ നടപടി വളരെ കാടത്തം നിറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാം. നമ്മളൊരിക്കൽ സംസാരിച്ചപ്പം ചേട്ടൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായി. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ പല സ്ത്രീകളും, അതായത് ഈ മുഴുവൻ ഈ വേഷം ധരിച്ചുകൊണ്ട് കേരളത്തിന്റെ നിരത്തുകളിൽ പോലും നമുക്ക് കാണുമായിരുന്നു. പക്ഷെ 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇങ്ങോട്ട് നമുക്ക് വ്യാപകമായിട്ട് ഒരുപാട് ആളുകളെ, അതായത് ഈ തീവ്ര മതബോധനമാണ് അതിന്റെ കാരണം. ഇതൊക്കെ ചില എന്താ പറയണ്ടേ, ചില ആൾക്കാരുടെ രാഷ്ട്രീയമായ ആഗ്രഹങ്ങളും അവരുടെ അഭിരുചികളും അവരുടെ ലക്ഷ്യവും സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ചില പദ്ധതികളാണ്. അതിനെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ. അതൊന്നും മതത്തിൻ്റെയോ ആത്മീയതയുടെയോ ഒന്നും സംരക്ഷണം അതിനില്ല എന്നും കൂടി പറയട്ടെ. എന്തായാലും ഇറാന്റെ ഈ നീക്കം വളരെ എന്താ പറയണ്ടേ, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അപലപിച്ച് രംഗത്ത് വരേണ്ട. ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ട് നിർത്താം. വസ്ത്രധാരണം സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നുള്ളത്. ഒരു സ്ത്രീക്ക് ഹിജാബാണ് ധരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരത് ധരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഹിജാബ് ധരിച്ചാലേ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ വെടിവെച്ച് കൊല്ലുന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മഹാവൃത്തികേടാണ്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും